Meet the editors. ചോദ്യം ഇതാണ്, അൻവറിന് പിന്തുണയേറുന്നു. സ്മൃതി പരുത്തിക്കാട്, ഇന്ന് നമ്മൾ കണ്ട അഭിമുഖം, ഇന്നലെ നമ്മൾ കണ്ട PV അൻവർ, രണ്ട് ശരീരഭാഷയും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്ന മാധ്യമങ്ങളെ കാണുന്ന PV അൻവറിൻ്റെ വാക്കുകളിൽ ഒരു മയമുണ്ടായിരുന്നു. ഇന്ന് പഴയ ഫോമിലേക്ക് വരുന്ന PV അൻവറെയാണ് സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് തിരിച്ചു വരുമ്പോൾ AKG സെൻറ്ററിൻ്റെ പരിസരത്ത് നമ്മൾ കണ്ടത്. PV അൻവറിൻ്റെ ഈ പ്രസ്താവനകളോട് വലിയ തരത്തിലുള്ള പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വരുന്നത്. പിന്തുണയേറുകയാണോ PV അൻവർ? തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ പിന്തുണയായിരുന്നു, പാർട്ടി സഖാക്കളുടെ പിന്തുണയുണ്ട്, അതുകൂടാതെ പാർട്ടിയിലും ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. അത് ആരുടെയൊക്കെയാണ്, ആരുടെ ശബ്ദമായിട്ടാണ് അൻവർ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനിയും അറിയാനുള്ളത്. അതിലൊരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. ഇന്നലെ 45 മിനിറ്റ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുവിധം എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് അൻവർ കീഴടങ്ങി എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ നമുക്ക് കിട്ടിയിരുന്നു. P. ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. 25 മിനിറ്റോളം അവതരിപ്പിച്ചു. അത് മുഴുവൻ കേട്ടിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയതുപോലെ ശക്തനല്ല, അദ്ദേഹം ദുർബലനായിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും പാർട്ടി സഖാക്കളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയായി അതിനെ കാണേണ്ടി വരും. കാരണം പോലീസുമായി ബന്ധപ്പെട്ട്, നേരത്തെ സേനയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിലായാലും പോലീസിനെ മനോവീര്യം തകർക്കാൻ സമ്മതിക്കില്ല എന്ന പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതും പോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വലിയ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വരാനൊന്നും തയ്യാറാവുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ 45 മിനിറ്റ് സമയം കൊടുത്തു എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ അത്ര നേരം കൊടുക്കില്ല, കാണാതിരിക്കുക തന്നെ ചെയ്യും. അതിനും സാധ്യതയുണ്ട്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നൊരു സൂചനയായി ആ കൂടിക്കാഴ്ച നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ഇന്നലെ പോസിറ്റീവാണ് എന്ന് മാത്രമാണ് പുറത്ത് പറഞ്ഞത്. പക്ഷേ ഇന്നായപ്പോഴേക്കും തനിക്ക് ഉറപ്പുകൾ കിട്ടിയിട്ടില്ല എന്നും ഈ വിപ്ലവം തുടരുമെന്നും മുഖ്യമന്ത്രിയാക്കിയത് ഈ പാർട്ടിയാണ് എന്ന ഓർമ്മ വേണമെന്നും ഒക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ, അപ്പോൾ പാർട്ടിയുടെ പിന്തുണ, അതായത് പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അത് പാർട്ടി സെക്രട്ടറി എന്ന ഒറ്റ നേതാവ് പെട്ടെന്ന് ഒരു ശക്തിമാനാവുകയും അദ്ദേഹം ചരട് വലിച്ചുകൊണ്ട് അൻവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കരുതുന്നില്ല. ഒരു വലിയ വിഭാഗം നേതൃത്വം തന്നെ ഇങ്ങനെയല്ല കാര്യങ്ങൾ പോകേണ്ടത് എന്നൊരു വിലയിരുത്തലേക്ക് എത്തുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് താഴെ തട്ടിൽ നിന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ വരുന്ന ഈ പ്രതികരണങ്ങൾ, ഈ പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ എന്നൊക്കെ പാർട്ടിയിൽ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MP ഗോവിന്ദൻ പറഞ്ഞ തിരുത്തൽ എന്ന നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ആ തിരുത്തൽ ഇനി പാർട്ടി സമ്മേളനം കഴിയുമ്പോഴേക്കും ഏത് രൂപത്തിൽ അവസാനിക്കും, അപ്പോഴേക്കും പല ശക്തികളും ഒരുമിക്കുകയും അത് ആത്യന്തികമായി ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലെ ബലാബലത്തിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെ കൂടി വികാരമായിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നോക്കൂ, ഈ മുഖ്യമന്ത്രി അന്ന് പുഴുക്കുത്തുകളെ എടുത്തു മാറ്റും എന്ന് പറഞ്ഞു. പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാനാണെങ്കിൽ അന്ന് ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ ഉത്തരവായി ഇറങ്ങേണ്ടിയിരുന്നു. കാരണം നടന്നിരിക്കുന്ന ക്രൈമാണ് എന്നൊരു ഗുരുതരമായ ആരോപണമാണല്ലോ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, പൊതുഭരണ വകുപ്പിൽ നിന്നാണ് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് ഇവരുടെ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുക്കുന്ന ഒരു രൂപത്തിലാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവമാണെങ്കിലോ, DGPയുടെ താഴെ ADGPക്ക് താഴെ 4 ഉദ്യോഗസ്ഥർ, ആ 4 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ADGPക്കും താഴെയാണ്. ഈ 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് പുറപ്പെടുന്നത്. DGP ആ റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് കൊടുക്കുക എന്നൊരു ചുമതല മാത്രമേ ഉള്ളൂ, അല്ലാതെ DGP ആയിട്ട് അന്വേഷണത്തിന് ഇറങ്ങുന്നില്ല. അപ്പോൾ ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ ADGPക്കെതിരെ റിപ്പോർട്ട് നൽകുമോ DGPക്ക്? ഇനിയിപ്പോൾ എന്ത് റിപ്പോർട്ട് നൽകിയാലും DGPക്ക് അത് അവിടെ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ മറ്റു നിവൃത്തിയൊന്നുമില്ല. DGP ഇപ്പോൾ നിവൃത്തികേടിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരത്തെയും വിവരങ്ങൾ ലഭിച്ചല്ലോ. കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് അതിനിടയ്ക്കാണല്ലോ ഇപ്പോൾ RSS നേതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് ADGP പോയി. അത് പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണ് പോയത്. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഹോട്ടൽ ഹയാത്തിൽ നിർത്തിയിട്ടിട്ട് സ്വന്തം വാഹനത്തിൽ പോയി എന്നുള്ള വിവരം വരുന്നു. അപ്പുറത്ത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ആ ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ADGP പുറത്തു വരാതെ കാര്യങ്ങൾ അങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം വരുന്നു. അതൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ
കുറേ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ADGP ഇപ്പോഴും ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP അവിടെ തുടരുന്നു. 3 ദിവസം സ്വയം അവധിക്ക് പോയ SP സുജിത് ദാസ് ആകട്ടെ ഗുരുതരമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ കസ്റ്റംസ് പോലും അന്വേഷണം നടത്തുന്നു എന്നുള്ള വാർത്തകൾക്കിടെ അദ്ദേഹം ഇതായി ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനെ എവിടെ ഇരുത്തണമെന്നുള്ള തീരുമാനം കൂടിയേ നാളെ വരാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പുറത്ത് പുഴുക്കുത്തുകളെ മാറ്റുമെന്നുള്ള തീരുമാനം പറയുമ്പോഴും പുഴുക്കുത്തുകളെ മാറ്റാൻ പറ്റാത്ത തരത്തിൽ അവിടെയും എന്തോ ഒരു ദൗർബല്യം മുഖ്യമന്ത്രിയെ ബാധിച്ചിരിക്കുന്നു. അതാണ് അറിയേണ്ടത്. ഏതായാലും പാർട്ടിയിൽ ചിലർ ശക്തനാകുന്നു, ചിലരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ അത് P ശശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. P ശശിയാണ് ഈ രൂപത്തിൽ അവിടെ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ P ശശിയെ ഈ പാർട്ടി സമ്മേളനത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് കുറച്ചുകൂടി ശക്തനാകാൻ ആഗ്രഹിക്കുന്ന P ശശിയെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് തടയുക എന്നൊരു ലക്ഷ്യം കൂടി ഒരു പക്ഷേ ഈ പുറത്തു വിടുന്ന വിവരങ്ങളിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും P അൻവറിന് പിന്തുണയേറുന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായും പിന്തുണയേറുന്നു എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. PV അൻവർ യഥാർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് വർദ്ധിപ്പിക്കുന്നൊരു TRP ഹീറോയായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖമാവട്ടെ, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനാവട്ടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾക്ക് വേണ്ടി നമ്മളടക്കം ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവുകൾ വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ വരുമ്പോൾ, വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്തുണ്ടായിരുന്നതിനോളം വരുന്ന ഒരു വലിയ കാഴ്ചക്കാരുടെ ഒരു സമൂഹം അദ്ദേഹത്തെ കേൾക്കാൻ വരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ യൂട്യൂബിലടക്കം വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടാവുന്നത് പ്രേക്ഷകർക്ക് കാണാം. ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റ് പേഴ്സണാലിറ്റിയായി PV അൻവർ മാറുന്നു. അതിനും അപ്പുറത്ത് അദ്ദേഹം പിന്തുണയേറുന്ന ഇടതുപക്ഷത്തെ ഒരു MLA മാറുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പക്ഷെ അപ്പോഴും ചില കാര്യങ്ങൾ കൂടി നമ്മൾ സൂചിപ്പിച്ചു പോകണം. ഞാൻ ഈ വിഷയത്തെ 2 രീതിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നു. PV അൻവറിന് ലഭിക്കുന്ന പിന്തുണ അതെന്തുകൊണ്ടായിരിക്കും? 2, PV അൻവർ ഈ പിന്തുണ ഏറ്റുമ്പോഴും പാർട്ടിക്ക് സംഭവിക്കുന്ന സംഘടനാപരമായ പ്രശ്നത്തെ എങ്ങനെയാണ് പാർട്ടി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആത്യന്തികമായി ആരൊക്കെയായിരിക്കും? 3, ഈ അന്വേഷണം ഏതു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അത് PV അൻവറിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അതൃപ്തി വരുത്താനുള്ള സാധ്യതയുണ്ടോ? ഇതിൽ ആദ്യ ഭാഗത്തേക്ക് വന്നാൽ PV അൻവറിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പേരുണ്ട്, കടന്തൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു കടന്തൽ കൂട്ടം ഇളകുന്നത് പോലെയാണ് PV അൻവർ ഒരു വിഷയത്തെ സമീപിച്ചാൽ, ആർക്കെങ്കിലും എതിരെ ഒന്ന് നീങ്ങിയാൽ PV അൻവർ അങ്ങനെ പിന്നാലെ പോയി ഓടിച്ചിട്ട് എല്ലാ വഴികളിലൂടെയും സാധ്യമായ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് അയാളെ കീഴടക്കും. പ്രകോപിതനായി കഴിഞ്ഞാൽ PV അൻവർ പിന്നെ മുമ്പും പിമ്പും നോക്കില്ല, ഒരൊറ്റ പോക്ക. അതാണ് PV അൻവറിൻ്റെ ഒരു ശൈലി. അത് തൊട്ടടുത്ത് PV അൻവറുമായി ബന്ധപ്പെട്ട ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും ആ പോരാട്ടത്തിൽ PV അൻവറിൻ്റെ പോരാട്ട വീര്യം എന്നുള്ളത് പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു തേനീച്ചയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കടന്തലിനെ പോലെയാണ്. അത് നിസ്സംശയം നമുക്ക് പറയാം. ഈ വിഷയത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു കടന്തലിനെ പോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരാണ് ടാർജറ്റിലുള്ളത്. ഒന്ന് സുജിത് ദാസ്. ആ സുജിത് ദാസിൻ്റെ മാറിയതിന് ശേഷം അവിടെ വന്ന ശശിധരൻ. ആ ശശിധരനെ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണം ശശിധരൻ SP ആയിരുന്നു. പക്ഷേ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് 1 സുജിത് ദാസ്, 2 അഡീഷണൽ DGP MR അജിത് കുമാറിന് ഈ കാര്യങ്ങൾക്കൊക്കെ പിന്തുണ നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ 3 പേരെ നമുക്ക് ശശിധരനെ കൂടെ കൂട്ടിയാൽ 4 പേരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന PV അൻവറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരല്പം റിവൈൻഡ് ചെയ്ത് പിന്നിലേക്ക് പോയാൽ PV അൻവർ ഈ ആക്രമണം തുടങ്ങുന്നത് എപ്പോഴാണ്? ശശിധരനുമായൊരു വേദി പങ്കിടുന്ന വേദിയിൽ പരസ്യമായി ശശിധരനെ വിലക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതിനു മുമ്പ് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പറയുന്നത് PV അൻവർ തന്നെ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും സാധാരണ വീടിന് നമ്മൾ ഈ ചെങ്കല്ല് കെട്ടിയാണ് വീടുണ്ടാക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ചെറിയ മലഞ്ചെരുവുകൾ, ചെറിയ മലയടിവാരങ്ങൾ, ആ ഭാഗത്തുള്ള ചെങ്കല്ല് വെട്ടി അവരെ ഉപജീവന മാർഗമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. അപ്പം വലിയ മലകളൊന്നുമല്ല ഇടിക്കുന്നതെങ്കിലും ചെറിയ മൺകൂനയിൽ ഈ ചെങ്കല്ല് വെട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർ വാഹനങ്ങൾ കയറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് വിൽക്കും. ചിലർ ആ ചെങ്കല്ല് വാങ്ങി ജീവിക്കും. ഈ വാഹനങ്ങൾ പിടിക്കുക എന്നതാണ് മലപ്പുറം പോലീസിലെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പണി. ഇത് പല തവണ പരാതികളായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പക്കലെത്തി, CPMൻ്റെ നേതൃത്വത്തിൻ്റെ പക്കലെത്തി. പക്ഷേ MLA എന്ന നിലയിൽ പോലും PV അൻവർ നിസ്സഹായനായി. ഈ DYSPയോടും SPയോടും ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു പിന്തുണയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. ഒരു MLA എന്ന നിലയിൽ അപഹാസ്യനാവുന്ന നിമിഷം ഞാനിന്ന് PV അൻവറിനോട് ചോദിച്ചപ്പോൾ PV അൻവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് പോലീസ് ഓഫീസുമായി ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടി എടുത്തൊരു നയപരമായ തീരുമാനം കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളെ രാഷ്ട്രീയ വിമുക്തമാക്കി പ്രൊഫഷണലൈസ്
പോലീസ് ചെയ്യുക എന്നൊരു തീരുമാനം രണ്ടാം പിണറായി സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കാരണം PV അൻവറിനോടൊപ്പം ഒരു വലിയ സമൂഹം ഇടതുപക്ഷത്തെ ജനപ്രതിനിധികളും പ്രാദേശികമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കമുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ന്യായമുള്ള കാര്യങ്ങളിൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇടപെടുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥ ഭരണമാണെന്നൊരു പ്രതീതി ഉണ്ടാവുന്നു. അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് നാട്ടിലൊക്കെ വിലയുണ്ടാവുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ വ്യവഹാരങ്ങളിൽ, ചർച്ചകൾ, തർക്കങ്ങളിൽ ഒക്കെ ഒരു മധ്യസ്ഥ സ്ഥാനത്തേക്ക് വരുമ്പോഴും പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് നീതിയുടെ പക്ഷത്തോ അതല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ പക്ഷത്തോ, അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം, പോലീസിനെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു MLA പോയി ഒരു സ്റ്റേഷനിൽ നിന്നാലും അവിടെ കാര്യം നടക്കാത്ത അവസ്ഥയുണ്ടാവുന്നു. എന്നാൽ മറുഭാഗത്ത് അത് നീതിക്കും ന്യായത്തിനും വേണ്ടി ഉദ്യോഗസ്ഥർ ഉപയോഗപ്പെടുത്തിയാൽ അതിന് പിന്തുണ കിട്ടും. പക്ഷേ ഇവിടെ അതിൻ്റെ മറവിൽ PV അൻവർ ഉന്നയിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ PV അൻവറിന് പിന്തുണ കിട്ടാനുള്ള ക്രൈമിന്റെ ഭാഗമാകുന്നത്. ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായൊരു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ധാർഷ്ട്യം, അരഗൻസ്, അവരുടെ ജനാധിപത്യ വിരുദ്ധത, ജനങ്ങളോടുള്ള സാമൂഹിക പ്രതിബദ്ധതയില്ലായ്മ, ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയ നേതാക്കളോട് പുച്ഛം ഇവർക്ക്. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിനെ പോലെ, KT ജലീലിനെ പോലെ, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പോലും അവിടെ ന്യായമായും അയാൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. ഇത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. ആ ജില്ലാ കമ്മിറ്റിയിൽ സ്വാധീനശേഷിയുള്ള നേതാവിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും PV അൻവറിനെ ഇവർ സമീപിക്കും. PV അൻവറിന് പ്രാദേശികമായ പിന്തുണ കിട്ടുന്നു. ആ പ്രാദേശികമായ പിന്തുണ കൂടി കിട്ടുമ്പോഴാണ് പിന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അവിടെ നിന്ന് കയറി മോഷണം പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ഇൻസെൻസിറ്റീവായി സമീപിക്കുന്ന, ഒരു തരത്തിലും PV അൻവറിനോടൊപ്പം നിൽക്കാത്ത, രാഷ്ട്രീയ നേതൃത്വത്തിനോടൊപ്പം നിൽക്കാത്ത ഒരു പോലീസ് സേന എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഘട്ടത്തിലാണ് PV അൻവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഒരു കടന്തലിനെ പോലെ പിന്തുടരുന്നത് ആ ഘട്ടത്തിലാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കടന്തലിനെ പോലെ പിന്തുടരുമ്പോൾ PV അൻവർ ഏത് രീതിയിലാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്? സുജിത് ദാസിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു. ശശിധരനെതിരെ കാര്യമായ ആരോപണം ഉന്നയിക്കുന്നില്ല. സുജിത് ദാസിനെതിരെയും ADGPക്കെതിരെയും അന്വേഷണം തിരിച്ചുവിടുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, എനിക്കൊന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥന് നേരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കാവുന്ന ഏറ്റവും പരമാവധി ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ ഈ ADGPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്നതാണ്, കൊലപാതകം നടത്തിയെന്നുള്ളതും കൊല്ലിച്ചു എന്നുള്ളതുമാണ്, കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്, അധോലോക സംഘത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ഈ ADGP അതിനുശേഷം വരുന്ന ആരോപണങ്ങൾ വ്യക്തിപരമായി ക്രിമിനൽ ആയിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കാതെ, ഒരു കേസെടുത്ത് അന്വേഷിക്കാതെ, ഒരു തുടരന്വേഷണത്തിലേക്ക് പോകാതെ ഇതൊരു GADയിൽ നിന്നുള്ള ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണമായി മാറിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സ്പെഷ്യൽ ഓർഡറാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് നേരത്തെ അസഫ് അലി ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചത്. അസഫ് അലി പറഞ്ഞത് ഇതിൽ മാമിയുടെ തിരോധാനത്തിൽ ഈ ADGP ഇടപെട്ട് അന്വേഷണം വഴിതെറ്റിച്ചു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കണം. അതിന് അന്വേഷിക്കാൻ സാധ്യതയുണ്ടോ എന്നത് നോക്കാതെ, ഏതെങ്കിലും തരത്തിൽ എടവണ്ണയിലെ കൊലപാതകത്തിൽ പരാതിക്കാർക്ക് ADGPയുടെ പിന്തുണ പങ്കാളിത്തമുണ്ടെന്ന് ആരോപണമുണ്ടെങ്കിൽ അതന്വേഷിക്കാതെ, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MLAയുടെ ആരോപണത്തിൽ ഒരു ADGPയുടെ പങ്കുണ്ടെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുമ്പോൾ അതന്വേഷിക്കാതെ, ഇതെല്ലാം കൂടി ഒരു GO ഇറക്കിക്കൊണ്ട്, ഒരു സ്പെഷ്യൽ ഉത്തരവ് ഇറക്കിക്കൊണ്ട് പൊതുഭരണ വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇതാണ് ശരിക്കും ഇന്ന് PV അൻവറിനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ PV അൻവർ ഇന്ന് വളരെ സമർത്ഥമായി ഈ സമ്മർദ്ദം ഏറ്റുന്നതിൻ്റെ ഭാഗമായി, ആ കടന്തലിൻ്റെ കുത്തിന് ഒരു പവർ കൂടി ശക്തിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മറ്റൊരു സ്ട്രാറ്റജി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP, SP ഇതടക്കം വരുന്ന പോലീസ് സേനയുടെ നിലവിലുള്ള രീതി മാറണം എന്നുള്ളതാണ്. ഇന്ന് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതാണ് പൂരം കലക്കി എന്നുള്ളത്. ഇന്ന് അതിലും കൂടി കടന്ന് ഒരു കാര്യം കൂടി പറയുന്നു. പാലക്കാട് വെച്ച് RSS നേതാക്കളുടെ സമ്മേളനത്തിൽ ഈ ADGP പങ്കെടുത്തിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ജില്ലാ ഏരിയ സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം തുടങ്ങുന്നതിന് മുൻപ് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ RSSൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ് എന്ന വളരെ പൊളിറ്റിക്കലായ
പ്രൊവോക്കിംഗ് ആയ രാഷ്ട്രീയമായി ഏറെ പ്രകോപനമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പി വി അൻവർ നടത്തിയിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് അത്ര പെട്ടെന്ന് മറികടന്നു പോകാവുന്ന ഒരു ആർഗ്യുമെൻ്റ്. ഇതിൽ അന്വേഷണം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ സീരിയസ് ആയ ഒരു വിഷയമായി പാർട്ടി കണക്കിലാക്കുന്നുണ്ട്. അവിടെയാണ് ഇതുവരെ പറഞ്ഞ ആരോപണങ്ങളിൽ അന്വേഷണ കമ്മിറ്റിയെ വെച്ചതിനകത്ത് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിൽ പി വി അൻവർ അതൃപ്തി ഉണ്ടെങ്കിൽ ആ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് RSSന്റെ പിന്തുണയുള്ള ഒരു ADGP ആണ് നമ്മുടെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്. അതും രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ കടന്തൽ കുത്തിന് കൂടുതൽ മൂർച്ച കൂട്ടിക്കൊണ്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഇടിഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇടിഞ്ഞിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി പി വി അൻവർ പറയുന്നുണ്ട്. അതിന് കാരണക്കാരായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒപ്പം ADGP അടക്കമുള്ളവരുടെ നേതൃത്വമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത സംവിധാനമാക്കി പോലീസിനെ മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇടിക്കാൻ കാരണക്കാരനായ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ആരോപണം കൂടി മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കൂടുതൽ മൂർച്ചയേറിയ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യും. കാരണം ഇതുവരെ സ്പെസിഫിക്കായി പിൻ പോയിന്റ് ചെയ്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണ് എന്നൊരു ആർഗ്യുമെന്റേ ഉന്നയിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ ഒരുപക്ഷേ ലോക്സഭയിലെ പ്രകടനം പോലും പരാജയപ്പെടാനുള്ള കാരണം ഇതാണ് എന്ന നിലയിലേക്കൊരു ചർച്ച കൂടി പി വി അൻവർ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? തീർച്ചയായും ഈ വരാൻ പോകുന്ന കൊല്ലം സമ്മേളനത്തോടുകൂടി പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ മാഷ് കരുത്താർജിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇന്നിപ്പോൾ EP ജയരാജൻ പുറത്തുപോയി. കണ്ണൂരിൽ ഇപ്പോഴുള്ള MV ജയരാജൻ വളരെ സൈലൻ്റാണ്, വളരെ നിശബ്ദനായി അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സെക്രട്ടറിയാണ്. പി ജയരാജൻ ഓരോ ദിവസം കഴിയുന്തോറും പാർട്ടിക്ക് വിധേയനായി കരുത്തുറ്റ നേതാവായി വരുന്നു. അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്ന EP ജയരാജനെ വെട്ടിമാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ പി ജയരാജൻ്റെ പിന്നിൽ പി ജയരാജനോടൊപ്പം MV ഗോവിന്ദൻ മാഷ്, പി ജയരാജൻ, MV ജയരാജൻ, ഒപ്പം ശാരീരികമായ അവസ്ഥ കൊണ്ടുകൂടി അല്പം ക്ഷീണിതരായ പിണറായി വിജയൻ കൂടി ചേരുന്നു. സ്വാഭാവികമായും മറ്റൊരു ചേരി രൂപപ്പെടാത്ത വിധം ഒരു ശക്തി അവിടെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പി ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായി തീരും. ഇതിൻ്റെ ഗുണഭോക്താവ് ആത്യന്തികമായി പി ജയരാജനും ഒരു പരിധിവരെ പി ജയരാജനോടൊപ്പം നിൽക്കുന്നവരും കണ്ണൂരിന് പുറത്ത് പാർട്ടിയിൽ നിൽക്കുന്ന ഇപ്പോൾ MA ബേബി ആണെങ്കിലും ശരി, ഇവിടെ തോമസ് ഐസക് ആണെങ്കിലും ശരി, പാർട്ടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിൽക്കുന്ന കണ്ണൂരിന് പുറത്തു നിൽക്കുന്ന പാർട്ടി നേതൃത്വമാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ മാനസികമായൊരു മൗനാനുവാദം അല്ലെങ്കിൽ ഒരു മൗനമായ പിന്തുണ പി വി അൻവറിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്നാൽ പി ശശിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് പോലും പുറത്താക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിലേക്ക് ചർച്ചകൾ എത്തുന്നതിൻ്റെ തുടക്കം എന്ന നിലയിലാണ്. അതിനെ എങ്ങനെയാണ് പി ശശി അതിജീവിക്കുമെന്ന് അറിയില്ല. കാരണം പലപ്പോഴും പി ശശി മുറിച്ചിട്ടിടത്ത് നിന്ന് ഊറിക്കൂടി വരുന്നൊരു രാഷ്ട്രീയ പ്രകൃതം പി ശശിക്കുണ്ട്. ഏറ്റവും ഗുരുതരമായ ആരോപണത്തിൻ്റെ പുറത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും തരം താഴ്ത്തപ്പെടുകയും പിന്നീട് ഒന്നേ എന്ന് തുടങ്ങുകയും അവിടെ നിന്ന് ലോയേഴ്സ് യൂണിയനിൽ നിന്ന് വന്ന് പാർട്ടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് വരികയും ചെയ്യും. അതും പാർട്ടിയുടെ കേസുകളെല്ലാം സൂക്ഷ്മമായി പഠിച്ചെടുത്ത് വാദിച്ച് പാർട്ടിയുടെ പ്രിയം നേടിയെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുന്ന പി ശശിയെ ചിലർ ഭയക്കുന്നുണ്ട് എന്നതും വ്യക്തവുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇതതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ഇതിന് പിന്നിൽ പി വി അൻവറിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായ CPM-ലെ നേതാക്കളുടെ ഒരു നീക്കമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അത് പി വി അൻവർ തന്നെ വിശദീകരിച്ചു. പി ജയരാജനോ ആരും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് KT ജലീലും വിസിൽ ബ്ലോവറായി നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. മൂന്നാമത്തെ ഒരു രാഷ്ട്രീയ വിഷയമാണ്. നമുക്ക് മൂന്നാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാം. പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ പിന്തുണ നേതാക്കൾ നേരിട്ട് അറിയിച്ചിട്ടില്ല. ഈ മൗനം പിന്തുണയായി പി വി അൻവർ കരുതുന്നു. പക്ഷെ അതിലും ഒരു കുഴപ്പമുണ്ട്. കാരണം പാർട്ടിയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചൊരു ധാരണയുള്ളത് പി വി അൻവറിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരാളും ശബ്ദിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പാർട്ടിയിൽ ഏതൊക്കെ കോണുകളിൽ നിന്ന് പ്രതികരണം വരാം. ഒരു കോണിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. അതായത് DYFI മുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ നിരീക്ഷകരടക്കം പി വി അൻവറിനെതിരെ സംസാരിച്ചിട്ടില്ല. അത് വളരെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ CPIയുടെ ഭാഗത്ത് നിന്ന് പി വി അൻവറിന് പിന്തുണയാണ്, മറുഭാഗത്ത് നിന്ന് പി വി അൻവറിനെതിരെ നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാത്തൊരു സാഹചര്യം കൂടി. അപ്പുറത്തുള്ള പരാതി അത്ര ശക്തമാണ്, അസാധാരണമാണ് അത്തരമൊരു സാഹചര്യം. സുജയ,
നോക്കൂ, ഇവിടെ പി വി അൻവറിന് പിന്തുണയേറുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ് അൻവറിന്റെ വാർ. അത് നമ്മൾ ചുരുക്കി അൻവറിന്റെ വാർ എന്നുള്ളതിന് പകരം അൻവാർ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ അൻവാർ എന്ന് പറയുന്നത് ഞായറാഴ്ച തുടങ്ങി ബുധനാഴ്ച ആകുമ്പോഴേക്ക് 4 ദിവസമായി. ഇതിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെ ഉയർന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊട്ട് താഴെയിരിക്കുന്ന അദ്ദേഹത്തിന്റെ 2 വിശ്വസ്തർക്കെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് 45 മിനിറ്റ് സമയമെടുത്ത് അദ്ദേഹത്തോട് വിശദീകരിച്ച് പറഞ്ഞ് പിന്നെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനോടും വന്ന് അതിനേക്കാൾ വിശദീകരിച്ച് പറഞ്ഞ് ഈ 2 പരാതികളും പൊതുമധ്യത്തിൽ വന്ന് മാധ്യമങ്ങളോടും പറഞ്ഞ് പി വി അൻവർ ഈ ബുധനാഴ്ച വൈകുന്നേരവും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് അൻവറിന് പിന്നിൽ കൃത്യമായ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അൻവർ ഈ വിഷയത്തിൽ ഇത്രയും സ്ട്രോങ് ആയി ഈ 4 ദിവസം നിൽക്കില്ല. അൻവർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാമായിരുന്നു പാർട്ടിയുടെ പിന്തുണ ഇതിൽ ഇല്ല, അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടില്ല. അൻവറിന്റെ വാചകത്തിൽ തന്നെയുണ്ട് ഇത് എവിടെ നിന്നാണ് എന്നുള്ളത്. കൂറ് പാർട്ടിയോട്, അൻവറിന്റെ വാചകമാണ്, പിണറായിയെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടി. അപ്പോൾ അൻവറും ചെങ്കൊടി തണലിൽ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും കവർ പിക്ചറും ഒക്കെ അപ്ഡേറ്റ് ചെയ്തത് വെറുതെയല്ല. പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഇടത് MLA ആയിട്ടല്ല അൻവർ വന്നിരിക്കുന്നതെങ്കിലും പി വി അൻവറിന്റെ കൂറ് പാർട്ടിയോടാണ്. പാർട്ടി സംവിധാനത്തിനകത്തും പുറത്തു നിൽക്കുന്ന അനുഭാവികൾ അടക്കമുള്ള ആളുകളുടെ പിന്തുണ തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അൻവറിന്റെ മുന്നോട്ട് പോക്ക് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് തന്ന വിശദമായ അഭിമുഖമാണ്. എനിക്ക് തോന്നുന്നു മലയാളം ന്യൂസ് ചാനലുകളിൽ റിപ്പോർട്ടറിലാണ് അത്രയും നേരം തുടർച്ചയായി ഇരുന്ന് ഡോക്ടർ അരുണിന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നുണ്ടായിരുന്നു. അതായത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ലൈറ്റർ നോട്ടിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അൻവർ മറുപടി പറയുന്നത്. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പി വി അൻവറിന്റെ മാത്രം സ്വകാര്യ സംവിധാനത്തിൽ നിന്ന് വരുന്ന ഒരു പിന്തുണയല്ല. അദ്ദേഹത്തിന് സൈബർ ഇടങ്ങളിൽ നല്ല പിന്തുണയുണ്ട്, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതുമാത്രമല്ല, പാർട്ടി എന്ന വലിയ ഒരു സംവിധാനത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും എം.വി. ഗോവിന്ദൻ മാസ്റ്ററുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പി വി അൻവറിന് പിന്നിൽ പാർട്ടിയുണ്ട്. അതിനേക്കാൾ വലിയൊരു പിന്തുണ പി വി അൻവറിന് മറ്റൊരിടത്തു നിന്നും കിട്ടാനില്ല. മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിൽ പി വി അൻവറിനോട് അതൃപ്തിയില്ല എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൃപ്തിയുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. പിണറായി വിജയൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുക, അടുത്ത നിമിഷങ്ങളിൽ ആക്ട് ചെയ്യുക എന്നുള്ളത്, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും അൻവറിന് അവിടെ നിന്നും ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി എന്നുള്ളതിൻ്റെ സൂചനയായാണ് ഞാൻ കാണുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ സീരിയസ് നേച്ചറുള്ള, അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത്. അത് പാർട്ടിയോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നതിൽ അൻവറിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ ആരോപണങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. അത് പൊതുസമൂഹത്തിന് അറിയണം. കാരണം പി വി അൻവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയിടുകയായിരുന്നില്ല. അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങളെ, അദ്ദേഹം തന്നെ പണ്ട് കുറ്റം പറയുമായിരുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് പി വി അൻവർ വന്നതും കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ പേരിലേക്ക് ഇത് റീച്ച് ഔട്ട് ചെയ്യണം എന്ന് അൻവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ആ ശബ്ദരേഖയടക്കം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായത്. കൂടുതൽ ആളുകളിലേക്ക് എത്തുക, പൊതുജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാക്കുക, അതിന് പിന്നിലും പി വി അൻവറിന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു വിപ്ലവം എന്ന വാക്ക് അൻവർ ഉപയോഗിച്ചത് ബോധപൂർവം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു വിപ്ലവത്തിനിറങ്ങുമ്പോൾ ആ വിപ്ലവത്തിൽ ആദ്യം എലിയായി പോയി എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന്, ചില മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്നു. അതിനും ഇന്ന് മറുപടി കൊടുക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു. എലിയത്ര നിസ്സാരക്കാരനല്ല എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ ഇതിൽ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അൻവർ പറഞ്ഞത് പിന്നിൽ ദൈവം, എൻ്റെ ഉത്തരവാദിത്തം തീർന്നു. പിണറായി വിജയനെയും ദൈവമെന്ന് വിളിക്കുന്ന പല ആളുകളും പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പോൾ ആ ദൈവത്തെയാണോ, അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തെയാണോ അൻവർ പറഞ്ഞതെന്നറിയില്ല. രണ്ടായാലും പിന്നിൽ ആളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. കൃത്യമായ പിന്തുണ അൻവറിന് ഇനിയും തുടർന്ന് കിട്ടും എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഇവിടെ പി ശശിക്കെതിരെ പൊടുന്നനെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, എനിക്ക് ഇയാളെ വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ പി ശശിയുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഈ മധ്യസ്ഥരുടെ റോളാണ് യഥാർത്ഥത്തിൽ ഈ വക്കീൽമാർ അല്ലെങ്കിൽ അഭിഭാഷകർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളിൽ നന്നായി ശോഭിച്ചയാളാണ് പി ശശി. മാത്രമല്ല എങ്ങനെ അധികാര സ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന് അറിയാവുന്നയാളാണ് പി ശശി. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാലയളവിൽ കണ്ടതാണ്. അതായത് ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് താല്പര്യമെടുത്ത് പോയ ആളാണ്. അതായത് പാർട്ടിയിൽ തന്നെ സജീവമായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പോയ ആളാണ്. പിന്നെ ഈ മത്സര രംഗത്തേക്ക് വരാൻ, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ MVR ഉള്ള കാലത്ത് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MVRന്റെ കാലത്ത് അങ്ങനെയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് EK നയനാറുടെ കാലത്ത് വരുമ്പോഴേക്കും അന്ന് ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള മട്ടിലൊക്കെ അദ്ദേഹം പറഞ്ഞതായി പലരും എഴുതി കണ്ടു. അതിൻ്റെയൊക്കെ വാസ്തവം എന്താണെന്ന് പറയേണ്ടത് പി ശശിയാണ്. അപ്പോൾ പി ശശി അധികാര കേന്ദ്രങ്ങളുടെ വിശ്വസ്തനായി നിൽക്കുന്ന കാര്യത്തിൽ പ്രാവീണ്യമുള്ള ഒരാളാണ് എന്നതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അത് പലരും എഴുതിയത്
എഴുതിയത് വായിച്ചതിൽ നിന്നും പല ആളുകൾ പറഞ്ഞു കേട്ടതിൽ നിന്നും എടുത്ത ഒരു ബോധ്യമാണ്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല. പി ശശി എന്ന വ്യക്തി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോയിടത്തു നിന്ന് തിരിച്ചു കയറി വന്നുകൊണ്ടാണ്. അതായത് ഒരു കൃത്യമായ ഗ്രാഫിൽ മുകളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി പോവുകയായിരുന്നില്ല പി ശശി. അതിന് കൃത്യമായ ഡിക്ലൈൻ ഉണ്ടായി. അതും വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം തിരിച്ചു വന്ന് ഇത്രയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരാളായി മാറാൻ പി ശശിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പി ശശിയെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ കിടക്കുന്നുണ്ട്. പിണറായി വിജയനും പി ശശിക്കും തമ്മിലെന്ത് അതറിയാനും പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അതുകൂടി പുറത്തു വരട്ടെ. എന്തായാലും അൻവർ തുറന്നുവിട്ട ഈ ഒരു അൻവാർ അത് മറ്റു ചില കാര്യങ്ങൾ പുറത്തു വരുന്നതിലേക്ക് കൂടി നയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടത്. അതൊന്നും പിണറായി വിജയന്റെ ഫോൾട്ടല്ല, ഇദ്ദേഹത്തിന്റെ ഫോൾട്ടാണെങ്കിൽ അതും പുറത്തു വരട്ടെ. യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയൻ അല്ല, പി ശശിയാണ് എന്നതാണ് വസ്തുതയെങ്കിൽ അപ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് പിണറായി വിജയൻ പഴി കേൾക്കുന്നത്, പിണറായി വിജയന്റെ ഭരണം മോശമാണെന്ന് പറയുന്നത്? അതും പുറത്തു വരട്ടെ. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒരു ഓപ്പൺ നോട്ട് അതിന് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എൻ്റെ കീഴിലിരുന്ന ഒരാൾ എന്നെ മറികടന്ന് സൂപ്പർ മുഖ്യമന്ത്രിയായി എന്ന് കേൾക്കാൻ പിണറായി വിജയന് ആഗ്രഹമുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു വർക്ക് പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ അങ്ങനെയാണ്. എനിക്ക് മീതെ മറ്റൊരാൾ ഇരുന്ന് എന്നെ ബൈപ്പാസ് ചെയ്ത് അധികാര കേന്ദ്രമായി മാറി എന്നൊക്കെ തമാശയ്ക്ക് പോലും ആരും പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തായാലും MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി PV അൻവറിന് സ്വാഭാവിക അതായത് ഒരു തരത്തിലും അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ TP രാമകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഒരു സിക്സാഗ് മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. കൃത്യമായി LDF കൺവീനർ അങ്ങനെ ഉറപ്പിച്ചൊരു പിന്തുണ കൊടുക്കുന്നതായി ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ച് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാകാം. TP രാമകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള ഒരു പ്രതികരണമൊന്നുമല്ല. ഇന്നും കുറച്ചൊക്കെ ഒന്ന് അത്രയ്ക്ക് കടുപ്പിക്കാതെയൊക്കെയുള്ള ഒരു മറുപടിയാണ് മാധ്യമങ്ങൾ ചെല്ലുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും എലി എന്നൊക്കെ പലരും വിളിച്ചാലും എലിയായാലും പൂച്ചയായാലും ഞാൻ ഈ വിഷയവുമായി ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് PV അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് പലർക്കുമുള്ള ഒരു മറുപടിയാണ്. മാത്രമല്ല പുറത്ത് ഈ വിഷയം ചർച്ചയാകുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കൂ. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല അല്ലാത്ത പൊതുവിടങ്ങളിൽ പോലും ഈ വിഷയം ഇപ്പോൾ ചർച്ചയാണ്. അതായത് സഖാക്കൾ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ, പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സഖാക്കൾ അല്ലാത്തവർ അവരെല്ലാവരും പലപ്പോഴായി പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് സർക്കാരിൻ്റെ ഈ ഭരണത്തിലെ അപാകതകൾ. ആ ഭരണത്തിലെ അപാകതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഈ ആഭ്യന്തര വകുപ്പിൽ ഈ പി ശശി വരുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പലയിടങ്ങളിലും പി ശശി നടത്തുന്ന അനാവശ്യ ഇടപെടലുകളാണ് എന്ന വാസ്തവം പുറത്തു വരുമ്പോൾ അവർ പറയാൻ ആഗ്രഹിച്ച കാര്യം അൻവർ പറയുന്നു. അതുകൊണ്ട് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് അവർ എത്തുകയാണ്. അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത് സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്ന്. ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം DGP പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിക്കും. അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കും, അതിൽ വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിക്കുക അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടായിരിക്കും ഈ അന്വേഷണം നടത്തുക. പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അൻവറിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു. അതായത് ഈ പരാതികളിന്മേൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അൻവർ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിച്ചത് കേരള പോലീസ് ആണെങ്കിൽ ആ കേരള പോലീസിനെ, ആഭ്യന്തര വകുപ്പിനെ എല്ലാം കയ്യേറി ഭരിച്ചിരുന്ന പി ശശിയുടെ പങ്ക് എത്രമാത്രമാണ് എന്നതുകൂടി പുറത്തേക്ക് വരട്ടെ. അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി സംവിധാനം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു. അങ്ങനെയുള്ള ഒരാളല്ലേ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള വകുപ്പുകളിൽ ഭരണം നിർവഹിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാൾ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പിന്റെ പേരിൽ മാത്രം വന്നിരുന്നു കൊണ്ട് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം എങ്ങനെയാണ് സമ്മതിക്കുക? പി ശശി ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് വന്നിട്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയൊക്കെയുള്ള ഒരു മന്ത്രിയായി മാറുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ മറ്റൊരാൾ ഇരുന്ന് എന്തിനാണ് ഈ പിൻസീറ്റ് ഡ്രൈവിംഗ്? അതിൻ്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ മന്ത്രിയായിരുന്നു. ആദ്യം ഒരു വട്ടം മുഖ്യമന്ത്രി ആയതിനു ശേഷം സെക്കൻഡ് ടേമാണിത്. അപ്പോൾ അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാം, അദ്ദേഹം ഭരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെ ഏൽപ്പിക്കട്ടെ. അല്ലാതെ പി ശശി ഇരുന്ന് പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുത്ത പ്രതിഷേധവുമായി പോകുന്നത്. അതിനിടയിലാണ് KT ജലീലും PV അൻവറും തമ്മിലുള്ള ആ ഒരു കോംബോ നമ്മൾ കാണുന്നത്. അതൊരു പെർഫെക്റ്റ് കോംബോയാണ്. പൊരുതാൻ ഉറച്ച രണ്ടുപേർ, അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിയുമ്പോഴുള്ള ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ രണ്ട് നായകന്മാർ വന്ന് ഒന്നിച്ച് വില്ലനെതിരെ പോരാടുന്നത് പോലെ വിഘടിച്ച് നിൽക്കുകയായിരുന്നു. രണ്ട് സ്ഥലങ്ങളിലായിരുന്നു. എന്നാൽ അവർ ഒരു പൊതു കോസിന്റെ പേരിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് വില്ലനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇന്ന് ജലീൽ പറഞ്ഞത് എന്താ? ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിക്കുമെന്നാണ്. അത് പോലീസിനെതിരെയാണ്, ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. കൃത്യമായി പിൻ പോയിന്റ് ചെയ്താണ് ജലീലിന്റെയും അറ്റാക്ക്. ഇനി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനില്ല. അതായത് ജലീൽ സൂചിപ്പിക്കുന്നത് എനിക്കിനിയൊന്നും പോകാനില്ല, അൻവർ എന്തായാലും ഇറങ്ങി, പിന്നാലെ ഞാനുമുണ്ട്, ഞാൻ ഏത് എക്സ്റ്റെൻഡ്
പാർലമെന്റ് വരെയും പോകാൻ തയ്യാറാണ് എന്ന് KT ജലീലും പറയുകയാണ്. അപ്പോൾ പാർട്ടിക്കാർക്ക് വഴങ്ങി നിൽക്കണം പോലീസ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് ഏത് പാർട്ടി ആയാലും പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനമൈത്രി പോലീസ് എന്നാണല്ലോ പറയുന്നത്. ജനങ്ങൾക്ക് നീതി നടപ്പാക്കാനുള്ള സംവിധാനമാണ് പോലീസ്. അതിൽ പാർട്ടിക്കാർ പറയുന്ന രീതിയിൽ തീരുമാനമെടുക്കണമെന്നുള്ളത് ഏത് പാർട്ടി ആയാലും അങ്ങനെ പോലീസ് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പോലീസുകാർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കുകയും വേണം. അതിൻ്റെ അവരുടെ ക്യാമ്പ് ഓഫീസിലെ മരം വെട്ടി ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടിടുകയും അത് പിന്നീട് കത്തിച്ച് കളയുകയും ഒന്നും അല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ തുറന്നു കാട്ടുക തന്നെ വേണം. പിന്നെ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, മറ്റാളുകളെ കൊണ്ട് ഈ റോങ് ഡീഡ്സിലേക്ക്, സ്വർണ്ണക്കടത്തായാലും മറ്റു വിഷയങ്ങളായാലും അതിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരക്കാർ പുറത്തു വരണം. അവരാണ് ശരിക്കും ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തെ ദുഷിപ്പിക്കുന്ന പുഴുക്കുത്ത്. അതുകൊണ്ട് എക്സ്പോസ് ചെയ്യപ്പെടണം. പി ശശി എന്താണ് എന്നുള്ളത് പുറത്തു വരട്ടെ. പി ശശി എന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നത്? പേടിയുണ്ട് മുഖ്യമന്ത്രിക്കെങ്കിൽ മുഖ്യമന്ത്രി അത് പൊതുജനത്തോട് തുറന്നു പറയണം. എനിക്ക് പി ശശിയെ പേടിയാണ് എന്ന് മുഖ്യമന്ത്രി പറയണം. അത് തുറന്നു പറയാൻ തയ്യാറാകണം. അല്ല എങ്കിൽ എനിക്ക് ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വേണ്ട, ഒറ്റ വാചകം മതിയല്ലോ. MV ഗോവിന്ദ മാസ്റ്റർ പറയുമോ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെക്കാൻ? അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയോ CPIM പോളിറ്റ് ബ്യൂറോയോ പറയുമോ? ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കേരളത്തിലെ വിഷയങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യട്ടെ എന്ന് വെച്ച് മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന്റെയോ സീതാറാം യെച്ചൂരിയുടെയോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രതികരണം ഏതെങ്കിലും ചാനലിൽ വന്നേനെ. ഒരിടത്തും വന്നിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്തെ പ്രശ്നം അവർ പരിഹരിക്കട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് അവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആഭ്യന്തര വകുപ്പിനെ ശശിമുക്തമാക്കിയാൽ മുഖ്യമന്ത്രിക്ക് കൊള്ളാം. PV അൻവറിന് പിന്തുണയേറുന്നുണ്ട്. അതിപ്പോൾ 4 ദിവസമായി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ പിന്തുണ കൂടി വരികയുള്ളൂ. ഈ സുജിദാസിന് എതിരെയൊക്കെ എത്ര പരാതികൾ ഇതിനകം തന്നെ സർക്കാരിന്റെ പക്കലുണ്ട്. ഈ KM ബഷീർ എന്ന് പറഞ്ഞൊരു മനുഷ്യ വിവരാവകാശ പ്രവർത്തനം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നല്ലോ. ശരി, ഷോർട്ട് ബ്രേക്ക്. അൻവറിന് പിന്തുണയേറുന്നുണ്ടോ എന്നാണ് ചോദ്യം. സ്മൃതി എന്തോ പറഞ്ഞു വന്നു നേരത്തെ. അല്ല, ഞാൻ പറഞ്ഞെന്തായിരുന്നു? SP സുജിദാസിനെതിരെ ഇതിനകം തന്നെ പരാതികൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ നേരത്തെ 1-2 പരാതികൾ പോയിട്ടുണ്ട്. ആ പരാതികളിലൊന്നും നടപടി ഉണ്ടായില്ല. ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കസ്റ്റംസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിലും ഈ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ തന്നെയാണ് അത്രേ. അതായത് ഇന്ന് അദ്ദേഹം അവധി കഴിഞ്ഞെത്തി. അദ്ദേഹം സ്വയം എടുത്ത 3 ദിവസം അവധിക്ക് ശേഷമാണ് എത്തുന്നത്. ഇത്രയും ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ADGPയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് വിചാരിക്കാം. ഇത് പുറത്തു വന്ന തെളിവുകളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സംഭാഷണം വന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ എൻ്റെ ശബ്ദമല്ല എന്ന്. അങ്ങനെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനി എവിടെ ഇരുത്തണമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ആലോചന നടക്കുന്നുള്ളൂ. അവിടെ ഒരു പ്രശ്നമാണ്. ഇനി PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മളാരും ഹീറോ ഇപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിലുള്ള പിന്തുണയാണ് കിട്ടുന്നത്. അല്ലാതെ PV അൻവർ എല്ലാ കാലത്തും വളരെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു ഹീറോ ആയി നിൽക്കുന്നു എന്ന രൂപത്തിലൊന്നും ആരും കാണുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ PV അൻവറിനെ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമ്പോൾ അവിടെ ADGPയുടെ പരാതി കൂടി അന്വേഷിക്കുന്നുണ്ട് ഈ സംഘം. അവിടേക്ക് ഇതിനകം തന്നെ PV അൻവറിനെതിരായ കേസുകൾ ആളുടെ ഒരു കെട്ടവിടേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ PV അൻവറിനെതിരായ കുറ്റപത്രമായിട്ട് അത് മാറുമോ എന്നാണ് നോക്കേണ്ടത്. PV അൻവറിനെതിരെ നേരത്തെ തന്നെ ഒരുപാട് കേസുകളുണ്ടല്ലോ. PV അൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് അൻവർ അത് മുന്നിൽ കാണുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തു. അതെ, ഞാൻ തയ്യാറാണ്, ജയിലിൽ പോയി കിടക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലൊരു ഗുരുതരമായ രാഷ്ട്രീയ സംഘടനാ വിഷയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഈ സാധാരണ സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവിടെ പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയും. ഈ ഗോർബച്ചേവിൻ്റെ കാലത്ത് 1980-കളിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയെ റിഫോം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. റീസ്ട്രക്ചറിങ് ആയിരുന്നു യഥാർത്ഥത്തിൽ പെരിസ്ട്രോയിക്ക് ലക്ഷ്യമിട്ടത്. പക്ഷേ അത് തകർന്നുപോയി. അതിൻ്റെ പിന്നീട് റിപ്പബ്ലിക്കുകൾക്ക് നാഷണലിസം കൊണ്ടുവന്നു, ദേശീയത വന്നു, അതൊക്കെയാണ് സംഭവിച്ചത്. ഇവിടെയും സംഭവിക്കുന്നത് ഒരു തരത്തിലുള്ള പെരിസ്ട്രോയിക്ക് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം നോക്കൂ. KT ജലീൽ ഇതൊരു പോസ്റ്റ് ഇട്ടിരിക്കും. നേരത്തെ സുജയ പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വൈകാരികമായിട്ടാണ് KT ജലീലും എഴുതുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ക്യാമറകൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് KT ജലീൽ പറഞ്ഞതിൻ്റെ രാഷ്ട്രീയാർത്ഥം? ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം പരാജയമാണെന്നും ഇൻസ്റ്റിറ്റ്യൂഷണലായ നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ പരാജയം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭരണ സംഘടനകളുടെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് പുറത്തു നിന്നുകൊണ്ടും പൊതുസമൂഹം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ സൊസൈറ്റി, രാഷ്ട്രീയ സമൂഹം പരാജയമാണെന്നും ഒരു ഭരണകൂടം പരാജയമാണെന്നും പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഞങ്ങളിൽ ചിലർ പൊതുപ്രവർത്തകരായി ക്യാമറ വയ്ക്കുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ അതിൽ നിന്ന് വായിച്ചെടുക്കാം. അത് ഗുരുതരമായൊരു വ്യാഖ്യാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിന്ന് PV അൻവറിനോട് ചോദിച്ചു, താങ്കൾ മാധ്യമങ്ങളിൽ വന്നിത് പറയുന്നതിന് മുമ്പ് താങ്കൾ ഇന്ന് കൊടുത്ത ഈ 22 പേജ് വരുന്ന പരാതി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും
സംഘടനാ സെക്രട്ടറിക്കും MV ഗോവിന്ദ മാഷിനും നേരത്തെ കൊടുത്തില്ല. ഇത് കൊടുത്തതിന് ശേഷം ഒരു നടപടി ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ വേണമല്ലോ മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ. പക്ഷേ അങ്ങ് ആദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ പോയി ഈ വിഷയങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇത് അന്വേഷിക്കാൻ പാർട്ടിയിൽ നിന്ന് ആളുകൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. അപ്പോൾ പാർട്ടിയിൽ ഈ വിവരങ്ങളൊന്നും അറിയിക്കാതെ ഒരു കേഡർ പാർട്ടിയായ CPM പുറത്തു നിന്നുകൊണ്ട് പാർട്ടിയുടെ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്ന പാർട്ടിയുടെ നിയമനമായ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് PV അൻവർ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കേഡർ സംവിധാനത്തിന് ഇന്നേ വരെ പരിചിതമല്ലാത്തൊരു രീതിയാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA, അയാൾ ഇടതുപക്ഷത്താണെങ്കിലും പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നൊരു ബാഹ്യശക്തിയാണ്. അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ട് CPMലെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ CPMലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചാർത്തുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ തന്നെ പെർഫോമൻസിനെ ആ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം പരാജയപ്പെടുത്തി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിഞ്ഞതിന് കാരണമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിലെ ഒരു അംഗം പാർട്ടിയുടെ ഒരു ഡിസിഷൻ തെറ്റാണെന്ന് പറയുകയാണ്. ഇതെങ്ങനെയാണ് അതിനെ അങ്ങനെ കാണരുത്. ഇത് PV അൻവർ സ്വന്തം നിലയ്ക്ക് പറഞ്ഞു എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നത്? അങ്ങനെയല്ല. പുറത്തുനിന്നുള്ള ബാഹ്യശക്തിയെ കൊണ്ട് പറയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാപരമായി ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, P ശശിക്കെതിരെ പറയാൻ ഈ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ ഏതു നേതാവിനാ ഭയം? അതൊക്കെ ഭയമൊക്കെ ഉണ്ടാവും. ഏത് നേതാവിനാ ഭയം? എന്ന് പറയുന്ന പാർട്ടിയുടെ സമിതിയിലെ സംഘടനാ സംവിധാനത്തെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിക്ക് പോലും നടപടി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തനാണ് P ശശി. എങ്ങനെയാണ് നിങ്ങൾ നടപടി എന്താ പരാതി കൊടുത്തത്? 24 മണിക്കൂറായിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ കയ്യിൽ രേഖാമൂലം ഒരു പരാതി. PV അൻവർ കൊടുത്തിരിക്കുന്ന PV അൻവറിന്റെ കൂടിക്കാഴ്ച, PV അൻവറിന്റെ പരാതി എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ കാണരുത്. ഇതൊക്കെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലൊക്കെ അവരുടെ മുന്നിലേക്ക് വന്നതും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഇതൊന്നും വന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? പരസ്യമായി ഉന്നയിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അല്ല, അറിഞ്ഞു നല്ലത് മനസ്സിലാക്കണം. പാർട്ടി ഇത് പാർട്ടി പിന്തുണ കൊടുക്കുന്നത് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിവരം, ഒരു പുതിയ വിവരം എന്നുള്ള അത്ഭുതത്തോടു കൂടി അത് വീക്ഷിക്കുകയും എന്നാൽ അതങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അത്രയും നിഷ്കളങ്കമായതിനെ മനസ്സിലാക്കരുത് ഡോക്ടർ. അല്ലല്ല, നോക്കൂ, അതൊരു പാർട്ടി രീതിയാണോ? പാർട്ടി രീതിയൊക്കെ ഇത് പാർട്ടി അല്ലല്ലോ പറയുന്നത്. പാർട്ടി പുറത്ത് പറഞ്ഞാൽ ശരി, അത് പാർട്ടി രീതിയല്ല, ഇതൊരു വിപ്ലവമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇത് പുറത്തുനിന്നുള്ള ആളെ കൊണ്ട് പറയിക്കുകയാണെന്നേ. എന്തിനാണ് പറയിക്കുന്നത്? ഒരു ക്ലെൻസിംഗ് നടത്താൻ ഇങ്ങനെ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ടാണ്. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. നിങ്ങൾ ഈ പാർട്ടിയെ, CPM എന്ന് പറയുന്ന പാർട്ടി, അത് ഏത് പാർട്ടിയാണെങ്കിലും, ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട്, ഒരു പാർട്ടിയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ആ പാർട്ടിയുടെ വ്യക്തികളല്ല, ആ പാർട്ടിയുടെ സംഘടനാ രീതിയുണ്ട്. ആ പാർട്ടിയുടെ സംഘടനാ രീതിയിൽ പിണറായി വിജയൻ വിമർശനം നേരിട്ടു ഈ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ. നമ്മൾ അറിഞ്ഞോ? നമ്മളെന്താ പലതവണ പറഞ്ഞത്? പാർട്ടിയിൽ വിമർശനങ്ങൾ ഒരുപാട് വന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദ മാഷിനെതിരെ MV ഗോവിന്ദ മാഷ് തദ്ദേശ ഭരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിമർശനങ്ങൾ ഉയർന്നു. ഈ പാർട്ടിയിൽ വിമർശനത്തിന് അതീതരായി ആരും നിൽക്കുന്നില്ലല്ലോ. എങ്ങനെ നമ്മൾ തോറ്റു എന്ന പരിശോധന നടത്തുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഓർക്കുന്നു. ആ പരിശോധനയിലേക്കുള്ള വിവരങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ഡോക്ടർ അരുൺ? എങ്ങനെ തോറ്റു എന്ന പരിശോധനയിലേക്ക് പോകുമ്പോൾ അടിത്തട്ടിൽ എങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, അടിത്തട്ടിൽ എങ്ങനെയാണ് അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒക്കെ അറിയുന്നുണ്ട് പാർട്ടി. അടിസ്ഥാനമായി പാർട്ടിയെ പരാജയപ്പെടുത്തിയത്, പാർട്ടിയുടെ ബ്രാഞ്ചുകൾ ദുർബലമായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവിടെ അതല്ല വിഷയം. ADGPക്കെതിരെ ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണം ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഉന്നയിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, സ്മൃതി കേട്ടിട്ടില്ല, സുജയ കേട്ടിട്ടില്ല. അതായത് കള്ളക്കടത്തിന് ADGP കൂട്ടുനിന്നു, കൊലപാതകത്തിന് കൂട്ടുനിന്നു. ഒറ്റ കാര്യം, അതായത് എതിരായ പരാതി അവിടെ എത്തിയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ. 2 വർഷം P ശശിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ P ശശി നേരിട്ട് നിയന്ത്രിക്കുന്നത് സുജിത് ദാസിനെയല്ല. P ശശിയുടെ കയ്യിലെ ടൂളാണ് ADGP MR അജിത് കുമാർ. ADGP MR അജിത് കുമാർ എന്നല്ല, ക്രമസമാധാന പാലന ചുമതലയിൽ ഏത് ADGP വന്നാലും അത് P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അണ്ടർ കൺട്രോളിലാണ്. അയാളാണ് ആഭ്യന്തര അങ്ങനെയല്ലല്ലോ സംവിധാനം മുഖ്യമന്ത്രി ഭരണത്തിന് സഹായിക്കണം, ഭരിക്കരുത്. അജിത് കുമാറിനെതിരെ നേരത്തെ പരാതിയില്ല എന്നാണ് പറയുന്നത്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇല്ലല്ലോ സോളാർ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഇതിനകം കോടതിയിലടക്കം പോയി പറഞ്ഞ കാര്യമാണല്ലോ. സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനാണല്ലോ. ഇത്
പിണറായി വിജയൻ അറിയാമല്ലോ. കുറേ അധികം ആളുകളുണ്ട്. അല്ലല്ല, സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനായത്, ആ പരാതി പോവുകയൊക്കെ ചെയ്ത് അതിന്മേൽ ആ വിവരം അറിഞ്ഞ ശേഷമാണല്ലോ അദ്ദേഹം ADGP ചർച്ചയിൽ പറഞ്ഞിരുന്നതാ സോളാർ പരാതിക്കാരി പ്രതിപക്ഷത്തെ കാര്യങ്ങളോട് മാറ്റി വെക്കും. നോക്കൂ, സോളാർ പരാതിക്കാരി പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ? ആ ആരോപണം ശരിയാണോ? എന്താ സോളാർ പരാതിക്കാരി പറഞ്ഞത്? തന്റെ അമ്മയും മകനെയും മുഖ്യമന്ത്രിയെ കാണാൻ കയറ്റിവിട്ടില്ല പി ശശി. കയറ്റിവിടാതിരുന്നത് ശരിയാണെന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ADGP അജിത് കുമാറിനെതിരെ പരാതി വന്നു. ഷാജ് കിരണ് 42 തവണ വാട്സപ്പിൽ 19 തവണ അല്ലാതെ ഫോൺ വിളിച്ചു. ആ പരാതി എപ്പോഴാണ്? ഇദ്ദേഹം വിജിലൻസിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇദ്ദേഹം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാത്ത സാഹചര്യത്തിൽ പോയി PS സരിത്തിനെ പിടിച്ചകത്തിട്ടു. പരാതി വന്നു. എന്താ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായി. നടപടി അയാൾ വിജിലൻസിൽ നിന്ന് മാറ്റുക മാത്രമല്ല, അപ്രധാനമായ സിവിൽ റൈറ്റ്സ് ശേഷം അദ്ദേഹത്തെ കേൾക്കൂ, ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നു. ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നതിന് ശേഷം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടോ ഒരു പരാതി മനസ്സിലാക്കലില്ല. നോക്കൂ, പാർട്ടിയുടെ സംവിധാനത്തെ നമുക്ക് ഏതൊരു സാഹചര്യം കിട്ടിയാലും ഈ പാർട്ടിക്ക് PV അൻവർ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റൂ എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന ടൂളായി ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വീണ്ടും ഞാൻ പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിനും അപ്പുറം ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങളല്ലേ? ഇത് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞില്ലേ, P ജയരാജൻ വിളിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതും P ജയരാജൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഇവിടെ മാധ്യമങ്ങൾ പറയുന്ന കഥ എന്താ? P ജയരാജൻ, തോമസ് ഐസക്, ഈ പറയുന്ന MA ബേബി, MV ജയരാജന്റെ മൗനാനുവാദം, ഓരോ നേതാക്കളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. പിന്നീട് ആരാണെന്ന് പറയൂ. ഞാൻ പറയുന്നത് പാർട്ടിക്ക് അടിത്തട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ജനങ്ങളുടെ വികാരം, എവിടെയൊക്കെയാണ് വീഴ്ച പറ്റുന്നത് എന്നുള്ളത് കൃത്യമായ അറിവ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന്റെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി. അവിടെയാണ് പോലീസ് സംവിധാനമാണ് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്നത്, ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കുണ്ട്. ആഭ്യന്തര വകുപ്പ് മോശമായി പ്രവർത്തിക്കുന്നുവെന്ന് പാർട്ടിക്ക് ഒരു വിവരം കിട്ടിയാൽ പാർട്ടി അതെങ്ങനെ കൈകാര്യം ചെയ്യുക? തൊട്ടടുത്ത സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യല്ലേ ചെയ്യുക? താഴെ ബ്രാഞ്ച് മുതൽ ആർക്കാണോ ദുരനുഭവം നേരിട്ട്, നമ്മളൊരു LC സെക്രട്ടറിയുടെ കാര്യം കെട്ടിജലിൽ പറയുന്നുണ്ട്. LC സെക്രട്ടറിക്ക് ദുരനുഭവം ഉണ്ടായാൽ LC സെക്രട്ടറി വിഷയം എവിടെ ചർച്ച ചെയ്യുക? ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്യും. ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഭൂരിപക്ഷം ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താ? ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ കൂടി ആ ബ്രാഞ്ച് സെക്രട്ടറിമാർ കൂടി അടങ്ങുന്ന ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അത് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയിലെത്തി സംസ്ഥാന സമിതിയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് തീരുമാനമുണ്ടായി താഴെ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനൊരു സംഘടനാ സംവിധാനം ആ പാർട്ടി. ഈ സ്വതന്ത്ര MLA-മാരുടെ മാത്രം പരാതിയാണ് പോലീസിലെ വീഴ്ച. ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് ഈ സ്വതന്ത്ര MLA-മാരുടെ മാത്രം പരാതിയാണ് എന്ന് നിഷ്കളങ്കമായി താങ്കൾ വിശ്വസിക്കുന്നു? സ്വതന്ത്ര MLA-മാരല്ലാതെ മറ്റൊരു ഇടതുപക്ഷത്തു നിന്നുള്ള CPM-ൽ നിന്നുള്ള ഒരു MLA-യും CPM-ൽ നിന്നുള്ള ഒരു നേതാവും ADGP-ക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഈ നിമിഷം വരെയും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അത് ADGP-യെ ഭയന്നിട്ടല്ല. അതാണ് നിശബ്ദരാക്കുന്ന അണികളെ, സ്വന്തം പാർട്ടിയിലെ MLA-മാരെ നിശബ്ദമാക്കുന്ന ഒരു സംവിധാനം CPM-നുണ്ട്. പേടിയാണ്. അൻവറിന് പേടിയില്ല. അത്രയല്ല. ഓഡിയോ അല്ല, ഫോൺ കോളുകളൊക്കെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. നിയമവിരുദ്ധമായി താൻ പ്രവർത്തിച്ചു. വാട്സ്ആപ്പ് കോളുകൾ അദ്ദേഹം മറ്റൊരു ഫോൺ വെച്ച് കോപ്പി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചോർത്താനൊന്നും കഴിയില്ല. അദ്ദേഹം ചോർത്തിയിട്ടുമില്ല. അത് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഞാൻ ഉന്നയിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയം നമ്മുടെ മനസ്സിലാക്കലല്ലോ. അന്വേഷണം കൂടെ വേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കുന്നില്ല. ഏത് അന്വേഷണം? അങ്ങനെ ചോർത്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് PV അൻവറുമായി ഞാൻ സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനത് തെറ്റിപ്പോയതാണ്. യഥാർത്ഥത്തിൽ വാട്സ്ആപ്പ് കോളും മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. അത് ഞാൻ ചോർത്തി എന്ന് പറഞ്ഞത് വാട്സ്ആപ്പ് കോൾ ചോർത്തി എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ സൈബർ സെല്ലിനെ ഉപയോഗിച്ച് ചോർത്തി എന്നല്ലാതെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു രാഷ്ട്രീയ സംശയം എന്ന് പറയുന്നത് CPM പോലെ ഒരു കേഡർ പാർട്ടിക്ക് ഒരു സ്വതന്ത്ര MLA മുൻനിർത്തിക്കൊണ്ട് വേണമോ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ നീങ്ങാൻ? സിമ്പിൾ ചോദ്യമാണ്. CPM മാത്രമല്ല, കോൺഗ്രസിൽ പോലും അങ്ങനെ ചെയ്യില്ല. കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളായിരിക്കും അത് ഉന്നയിക്കുക. അല്ലാതെ ഒരു ഇടതുപക്ഷ PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചതിന്റെ ഫലം നമ്മൾ കണ്ടതല്ലേ UDF ഒരു കാലഘട്ടത്തിൽ. അല്ല, ഇവിടെ P ശശിക്കെതിരെയോ ADGP-ക്കെതിരെയോ സംസാരിക്കാനായി ഇടതുപക്ഷത്തെ ഒരു MLA-യും പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോകുമെന്ന് കേരളത്തിലുള്ള ഒരു മനുഷ്യനും വിചാരിക്കില്ല. ഈ പാർട്ടിയെ അറിയാത്ത ആളുകൾ മാത്രമേ അങ്ങനെയൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുള്ളൂ. അതിനൊരു PV അൻവറോ ഒരു KT ജലീലോ CPM-ന്റെ ചിഹ്നത്തിലല്ലാതെ അല്ലെങ്കിൽ CPIM-ന്റെ അംഗമല്ലാതെ മത്സരിച്ച ഒരു MLA CPM-ന്റെ ഒരു MLA മുഖ്യമന്ത്രിയോട് ആരും പിന്തുണയ്ക്കാത്ത CPM-ൽ ഒരു MLA മുഖ്യമന്ത്രിക്കെതിരെ, അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ പരാതിയുമായിട്ട് പോവില്ല.
എങ്ങനെ പോകും? അങ്ങനെ പോവില്ല, പോകുന്നത് ശരിയാണോ? പോവില്ല. പാർട്ടിക്ക് സംഘടന രീതിയില്ലേ? ഞാൻ അത് സംഘടനാ ഫോറത്തിലല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ ആളുകൾക്കുള്ള ഈ വിഷമവും ഈ ബുദ്ധിമുട്ടും ഒക്കെ പറയാൻ ആരെങ്കിലും വേണ്ടി അതിനൊരു അൻവർ വന്നതിന് അൻവറിനെ എല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെ നിങ്ങളെന്താ ഈ പറയുന്നത്? പാർട്ടിയുടെ ഉള്ളിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ പറയാനാണ് അവരുടെ പാർട്ടി സെക്രട്ടറി. അത് കേൾക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി നടക്കുന്നില്ല. പരാതി കൊടുത്തു. പാർട്ടി സെക്രട്ടറി മുന്നിൽ ആരാ പരാതി കൊടുത്ത? PV അൻവർ. പാർട്ടിയിലെ ഈ ഇരിക്കുന്ന രണ്ടുപേർക്കും ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ലളിതമായ കാര്യം. എന്തായാലും ഈ പാർട്ടിയിലെ സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങ് പഠിച്ചോളൂ, ഇറങ്ങിക്കോളൂ. നമ്മള് കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊലപാതകം ചെയ്യാനല്ല. അറിയാൻ പറ്റില്ലല്ലോ ആര് കൊലപാതകയാകുമെന്ന്. അപ്പോൾ നമുക്ക് പിന്തുണ ഏറുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യെസ് എന്നാണ് 3 പേരുടെയും അഭിപ്രായം. ഈ പാർട്ടിയെ കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. Meet the editors.